ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹണി ബീസിനെ കുറിച്ച് പഠിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഹണി ബീസിനെ? ഓക്കെ, ഹണി ബീസ് ഈസ് എ സ്മോൾ ഇൻസെക്റ്റ്. ചെറിയ ഇൻസെക്റ്റ് വർഗത്തിൽ പെട്ടതാണല്ലേ ഈ ഹണി ബീസ്. ഇവര് കൂട്ടമായിട്ടാണ് താമസിക്കുക. ദേ കളക്ട് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. അവർ ഈ പൂക്കളിൽ നിന്നൊക്കെ നെക്ടർ ശേഖരിക്കും. വിത്ത് നെക്ടർ ദേ മേക്ക് ഹണി. അവർ നെക്ടർ ഉപയോഗിച്ചിട്ട് അവർ എന്താ ഉണ്ടാക്കുക? തേൻ ഉണ്ടാക്കും അല്ലേ? അതുകൊണ്ടാണ് അവരെ ഹണി ബീസ് എന്ന് പറയുന്നത്. ഹണി ഈസ് സ്വീറ്റ് ആൻഡ് ഹെൽത്തി ഫോർ us. തേൻ എന്താണ്? മധുരമുള്ളതും ആരോഗ്യകരവുമാണല്ലേ. ഹണി ബീസ് ഹെൽപ്പ് പ്ലാന്റ്സ് ബൈ പോളിനേഷൻ. തേനീച്ചകൾ പോളിനേഷൻ അഥവാ പൂക്കളുടെ പരാഗണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ദർ ഈസ് എ ക്വീൻ ബീ ആൻഡ് വർക്കേഴ്സ് ആൻഡ് ഡ്രോൺ ബീസ് എന്നിങ്ങനെ 3 വിഭാഗം തേനീച്ചകളുണ്ട്. ക്വീൻ ബീസ് ഉണ്ട്, രാജ്ഞികളായിട്ടുള്ള തേനീച്ചകൾ. അതുപോലെ വർക്കേഴ്സ് ഉണ്ട്, ജോലി ചെയ്യാനായിട്ട് കുറേ തേനീച്ചകളുണ്ട്. അതുപോലെ ഡ്രോൺ ബീസ്, പുരുഷന്മാരായിട്ടുള്ള തേനീച്ചകളും ഉണ്ട്. വി മസ്റ്റ് പ്രൊട്ടക്റ്റ് ഹണി ബീസ്. നമ്മൾ എന്ത് ചെയ്യണം? ഹണി ബീസുകളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. കാരണം എന്താണ്? അത് നമ്മളെ നാച്ചറിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണല്ലേ. തേനുണ്ടെങ്കിൽ നമുക്കത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു തേന്. നമ്മൾ പല അസുഖങ്ങൾക്കും തേന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ. മക്കൾക്ക് തേനീച്ചകളെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് കൂടെ മറക്കല്ലേ.